പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് നമ്മുടെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1-ാം യൂണിറ്റിലെ 1-ാം ചാപ്റ്ററായ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പബ്ലിക് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം വിശദീകരിക്കുന്നത്. നമ്മുടെ പബ്ലിക് എക്സാമുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള യൂണിറ്റാണ് 1-ാമത്തെ യൂണിറ്റിൽ. ആ ഒരു യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ഈ ഒരു സ്പീച്ച്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കാണുന്നതിന് മുമ്പായി നിർബന്ധമായിട്ടും ഇതിനു മുമ്പേയുള്ള ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ആ ഒരു സ്പീച്ചിലെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ആ ഒരു പാഠത്തിൻ്റെ സമ്മറിയും കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിൽ സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നാം പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പാഠത്തിൽ നിന്ന് ചെറിയൊരു പാരഗ്രാഫ് തരികയും അതിന് താഴെ ചില ചോദ്യങ്ങളും ആ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളും, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. Read the given excerpt from the 3 L's of empowerment and answer the questions that follow. താഴെ തന്നിരിക്കുന്ന ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന പാഠത്തിൽ നിന്നുള്ള ഭാഗം വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക. ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നുള്ള ആ ഒരു പാഠത്തിൽ നിന്നുള്ള ആ ഒരു പാരഗ്രാഫ് നമുക്ക് നോക്കാം. They represent half the world's population but contribute far less than 50% of economic activity. They represent half the world's population. അവർ ലോക ജനസംഖ്യയുടെ പകുതി പ്രതിനിധീകരിക്കുന്നു. But contribute for less than 50% of economic activity. എന്നാൽ എക്കണോമിക് ആക്ടിവിറ്റി, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്ക് 50%-ലും കുറവാണ്. അതായത് ലോക ജനസംഖ്യയുടെ 50% അവരാണെങ്കിലും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ അവരുടെ സംഭാവന 50%-ലും കുറവാണ്. ഇതാണ് ആ ഒരു പാരഗ്രാഫിലൂടെ പറയുന്നത്. നമുക്കറിയാം ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നത്, അതായത് ഇത് സ്ത്രീകളെക്കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ വിശദീകരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു മെയ്ഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് വെയർ? ഹു മെയ്ഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്, ആരാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്? അതായത് മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ആരാണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് വെയർ, എവിടെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാം മുകളിലുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ക്രിസ്റ്റ്യൻ ലഗാർഡാണ്. ഓക്കെ, ക്രിസ്റ്റ്യൻ ലഗാർഡ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നൊരു സ്പീച്ചിലൂടെ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തേതിൻ്റെ ആൻസർ എന്താണ്? ക്രിസ്റ്റ്യൻ ലഗാർഡ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വെയർ, എവിടെയാണ് അവർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്? ഇൻ ദ സ്പീച്ച് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? ക്രിസ്റ്റ്യൻ ലഗാർഡ് ഇൻ ഹർ സ്പീച്ച് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. ഓക്കെ, ഇതാണ് ഇതിനുള്ള ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഈസ് റെഫേർഡ് ടു ആസ് ദേ ഹിയർ? മുകളിലുള്ള ഈ ഒരു പാരഗ്രാഫിൽ ദേ എന്ന് പരാമർശിച്ചിട്ടുള്ളത് ആരെയാണ്? ഇവിടെ ദേ, അതായത് അവർ എന്നത് ഉദ്ദേശിച്ചത് ആരെയാണ്? നമുക്കറിയാം ഇവിടെ ദേ, അതായത് അവർ എന്ന് പറയുന്നത് ആരെയാണ്? സ്ത്രീകളെയാണ്. അപ്പോൾ ഇതിനുള്ള ഉത്തരം എന്താണ്? വിമിൻ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസർ വിമിൻ. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡു ദേ കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50% ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി? എന്തുകൊണ്ടാണ് അവർ സാമ്പത്തിക കാര്യങ്ങളിൽ 50%-ലും കുറവ് പങ്കുവഹിക്കുന്നത്? അതായത് സ്ത്രീകളുടെ പങ്ക് സാമ്പത്തിക കാര്യങ്ങളിൽ 50%-ലും കുറവാകാൻ കാരണം എന്താണ്? നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് കുറയാനുള്ള കാരണം എന്താണ്? അവർക്ക് തുല്യ അവസരം ലഭിക്കുന്നില്ല എന്നതുള്ളതാണ്. അതായത് തുല്യ അവസരം അവർക്ക് മുന്നിൽ നിഷേധിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള ഉത്തരം എങ്ങനെ എഴുതാം? ബിക്കോസ്
വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. കാരണം എന്താണ്? സ്ത്രീകൾക്ക് മുമ്പിൽ തുല്യ അവസരം നിഷേധിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവരുടെ സാമ്പത്തിക സംഭാവന 50%-ലും കുറവാകുന്നത്. ഇനി ഇതേ രൂപത്തിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഗിവൺ എക്സെപ്റ്റ് ഫ്രം ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ തന്നിരിക്കുന്ന ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ഈ ഒരു ഭാഗം വായിക്കുക. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits. The 3 L's will help us get there. It is time to create a world. ഒരു ലോകം സൃഷ്ടിക്കേണ്ട സമയമായിട്ടുണ്ട്. അവിടെ ആ ഒരു ലോകത്ത് all women can meet their potential without impediment or prejudice. അവിടെ എല്ലാ സ്ത്രീകൾക്കും അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവുകൾ മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. വിത്തൗട്ട് ഇംപെഡിമെൻറ്റ്, ഒരു തടസ്സവുമില്ലാതെ, ഓർ പ്രജുഡൈസ്, ഒരു മുൻധാരണയുമില്ലാതെ. ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്, അതിൻ്റെ ഗുണം ലോകത്തിന് ലഭിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ ഗുണം ലോകം റീപ്പ് ചെയ്യും, അതായത് വിതക്കും. ദ 3 L's വിൽ ഹെൽപ്പ് അസ് ഗെറ്റ് ദെയർ. ഈ 3 L'കൾ അതിന് നമ്മെ അവിടെ എത്തിച്ചേരാൻ സഹായിക്കും. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. 4th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 L's റെഫർ ടു? ഈ ഒരു മുകളിലുള്ള ഈ ഒരു പാരഗ്രാഫിൽ ദ 3 L's ഒന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു 3 L's ഏതൊക്കെയാണ്? നമുക്കറിയാം 3 L'കൾ ഏതാണ്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. അപ്പോൾ ഉത്തരം എന്താണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഇംപെഡിമെൻറ്റ് മീൻ? ഇംപെഡിമെൻറ്റ് എന്ന വേർഡിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണ്? നമുക്കറിയാം ഇംപെഡിമെൻറ്റ് എന്നതിന് അർത്ഥം എന്താണ്? ഇംപെഡിമെൻറ്റ് മീൻസ് തടസ്സം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ബാരിയർ. ബാരിയർ എന്നത് ഉദ്ദേശിക്കുന്നത് തടസ്സം. ഓക്കെ, അപ്പോൾ ഇംപെഡിമെൻറ്റ് എന്നതിന് മീനിങ് എന്താണ്? ബാരിയർ. ബാരിയർ എന്നതിന് പകരം നമുക്ക് ഒബ്സ്റ്റക്കിൾ എന്ന് എഴുതാം, അതല്ലെങ്കിൽ ഡിഫിക്കൽറ്റി എന്നൊക്കെ എഴുതാം. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂസ് വേർഡ്സ് ആർ ദീസ്? ആരുടെ വാക്കുകളാണിവ? അതായത് മുകളിലുള്ള ഈ ഒരു പാരഗ്രാഫിലുള്ള വാക്കുകൾ ആരുടേതാണ്? നമുക്കറിയാം ഇത് ആരുടെ സ്പീച്ചാണ്? ക്രിസ്റ്റിൻ ലഗാർഡിൻ്റെ സ്പീച്ചാണ് അല്ലേ? അപ്പോൾ അവരുടെ വാക്കുകളാണിവ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഉത്തരം ക്രിസ്റ്റിൻ ലഗാർഡ്. ഓക്കെ, ഇതേ രൂപത്തിലുള്ള മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് പരിചയപ്പെടാം. റീഡ് ദ ഗിവൺ എക്സെപ്റ്റ്സ് ഫ്രം ദ ലെസൺ ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ തന്നിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫ് വായിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. പാരഗ്രാഫ് നോക്കാം. They are more likely to make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. They are more likely to make decision. അവർ തീരുമാനങ്ങൾ എടുക്കുന്നു based on consensus building, പരസ്പരം ധാരണയിലൂടെ, അതായത് ഒരു സമവായത്തിലൂടെ, എല്ലാവരോടും സഹകരണത്തിലൂടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഷൻ മീൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. കമ്പാഷൻ മീൻസ് സിമ്പതി, അതായത് ഒരു സഹതാപം, ദയ എന്നൊക്കെ പറയാം. ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, അതായത് ദീർഘകാലം നിലനിൽക്കുന്ന തീരുമാനങ്ങളായിരിക്കും, അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അവർ തീരുമാനമെടുക്കുന്നത്. അതായത് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് സ്ത്രീകൾ തീരുമാനങ്ങൾ എടുക്കുന്നത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും, അതുപോലെ തന്നെ അവർക്ക് സഹാനുഭൂതി, അതുപോലെ തന്നെ ഒരു തീരുമാനം എന്നെന്നും നിലനിൽക്കുന്ന അങ്ങനെയുള്ള തീരുമാനങ്ങളായിരിക്കും സ്ത്രീകൾ എടുക്കുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഹു ഈസ് ദേ റെഫർ ടു ഹിയർ? ഇവിടെ ദേ, അതായത് അവർ എന്നത് ആരെയാണ് ഉദ്ദേശിച്ചത്? ആരെ പരാമർശിച്ചിട്ടാണ് ഇവിടെ അവർ എന്ന് പറയുന്നത്? നമുക്കറിയാം ഇവിടെ ദേ, അതായത് അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെയാണ്. അപ്പോൾ ഇതിനുള്ള ആൻസർ വിമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ കൺസെൻസസ് ബിൽഡിംഗ് മീൻ ഹിയർ? കൺസെൻസസ് ബിൽഡിംഗ് എന്ന, അതായത് മുകളിലുള്ള ഈ ഒരു പാരഗ്രാഫിൽ കൺസെൻസസ് ബിൽഡിംഗ് എന്ന എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിന് ഓപ്ഷൻ ആണ്. നമുക്കറിയാം കൺസെൻസസ് ബിൽഡിംഗ് എന്നാൽ
സമവായം, അതായത് ജനറൽ അഗ്രിമെൻറ്റ്, പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയുള്ള. ഓക്കെ, ഇനി ഓപ്ഷൻസ് നോക്കാം. അറൈവിങ് അറ്റ് എ ഡിസിഷൻ, അതിൻ്റെ മീനിങ് എന്താണ്? ഒരു തീരുമാനത്തിലെത്തുക. സെക്കൻഡ് ഓപ്ഷൻ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്, സഹകരണ പ്രശ്നപരിഹാരം, ഒരു സഹകരണത്തിലൂടെയുള്ള പ്രശ്നപരിഹാരം. തേർഡ് ഓപ്ഷൻ കോംപ്രമൈസ്, വിട്ടുവീഴ്ച. ഫോർത്ത് ഓപ്ഷൻ കൺസെൻറ്റ്, സമ്മതം. ഓക്കെ, ഇതിൽ യോജിക്കുന്ന, അതായത് കൺസെൻസസ് ബിൽഡിങ്ങിന് യോജിക്കുന്ന വേർഡ് ഏതാണ്? നമുക്കറിയാം കൺസെൻസസ് ബിൽഡിംഗ് എന്നാൽ സമവായം, എ ജനറൽ അഗ്രിമെൻറ്റ്, പരസ്പര ധാരണയിലൂടെയുള്ള. ഓക്കെ, അപ്പോൾ ഇതിന് യോജിക്കുന്ന വേർഡ് ഏതാണ്? കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്, അതായത് സഹകരണ പ്രശ്ന പരിഹാരം. ഓക്കെ, അപ്പോൾ സഹകരണത്തിലൂടെയുള്ള പരിഹാരം. അപ്പോൾ ഇതിനുള്ള ഉത്തരം എന്താണ്? കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു കമ്പാഷൻ. കമ്പാഷൻ എന്ന വേർഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം കമ്പാഷൻ എന്നാൽ സഹാനുഭൂതി അല്ലെങ്കിൽ സഹതാപം എന്നൊക്കെയാണ് കമ്പാഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓപ്ഷൻസ് നോക്കാം. പിറ്റി, പിറ്റി എന്നാൽ സഹതാപം. ദെൻ കെയർ, കെയർ മീൻസ് പരിപാലനം അല്ലെങ്കിൽ ശ്രദ്ധ. ദെൻ ക്രൂവൽറ്റി, ക്രൂവൽറ്റി മീൻസ് ക്രൂരത. ദെൻ കൺസിഡറേഷൻ, പരിഗണന. ഓക്കെ, ഇവിടെ ചോദ്യം എന്താണ്? കമ്പാഷൻ എന്ന വേർഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? കമ്പാഷൻ എന്നാൽ സഹതാപം എന്നൊക്കെയാണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? ക്രൂവൽറ്റി. ക്രൂവൽറ്റി മീൻസ് ക്രൂരത. അപ്പോൾ ആൻസർ ക്രൂവൽറ്റി. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പുറമെ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആഫ്രിക്കൻ അഡേജുമായി, അതായത് ആഫ്രിക്കൻ പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. There is an African adage that says, if you educate a boy, you train a man. If you educate a girl, you train a village. Prepare a write-up expressing your views on this in about 60 words. ചോദ്യം എന്താണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ആഫ്രിക്കൻ പഴഞ്ചൊല്ലായിട്ടുള്ള ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്ന ഈ ഒരു എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട്, ഈ ഒരു ആഫ്രിക്കൻ അഡേജുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ച്, അതായത് ആഫ്രിക്കൻ അഡേജിനെ ഒന്ന് വിശദീകരിച്ചിട്ട് എഴുതാനാണ്. 60 വേർഡിലാണ് നാം എഴുതേണ്ടത്. ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതേ രൂപത്തിലുള്ള മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. There is an African adage that says, if you educate a boy, you train a man. If you educate a girl, you train a village. Prepare a write-up explaining the meaning of this passage. ഓക്കെ, ഇതും അതേ മേലെയുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ആഫ്രിക്കൻ പഴഞ്ചൊല്ലായിട്ടുള്ള ഈ ഒരു ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്ന ഈ ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ്. ഓക്കെ, ഇതിൻ്റെ മീനിങ്, അതായത് ഈ ഒരു ആഫ്രിക്കൻ അഡേജിൻ്റെ മീനിങ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാസേജ് തയ്യാറാക്കാനാണ്. നമുക്കറിയാം ഈ ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ ഒരു പുരുഷനെ പരിശീലിപ്പിച്ച പോലെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത് എങ്കിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ പരിശീലിപ്പിച്ച പോലെയാണ്, അതല്ലെങ്കിൽ പ്രാക്ടീസ് കൊടുത്തത് പോലെയാണ് എന്നാണ്, ട്രെയിനിങ് കൊടുത്തത് പോലെയാണ് എന്നാണ് ഈ ഒരു പാരഗ്രാഫ് അതല്ലെങ്കിൽ ഈ ഒരു ആഫ്രിക്കൻ അഡേജ് പറയുന്നത്. ഓക്കെ, അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അതല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ ഒരു ആഫ്രിക്കൻ അഡേജിലൂടെ പറയുന്നത്. നമുക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ ഇങ്ങനെ എഴുതാം. അതായത് ആഫ്രിക്കൻ അഡേജുമായി ബന്ധപ്പെട്ട്, അതായത് ആഫ്രിക്കൻ പഴഞ്ചൊല്ലുമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. എഡ്യൂക്കേഷൻ ഈസ് ടൂൾ ഫോർ എമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്നത് ഇസ് എ ടൂൾ, അതൊരു ടൂളാണ് ഓഫ് എമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ. എമാൻസിപ്പേഷൻ മീൻസ് വിമോചനം, ആൻഡ് എംപവർമെൻറ്റ് ശാക്തീകരണം ഓഫ് വിമൻ, സ്ത്രീകളുടെ ശാക്തീകരണത്തിൻ്റെയും വിമോചനത്തിൻ്റെയും ഒരു ടൂളാണ് വിദ്യാഭ്യാസം എന്നത്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ചേഞ്ച്, ഏതൊരു മാറ്റത്തിൻ്റെയും അടിത്തറയാണിത്. അതായത് ഏതൊരു മാറ്റത്തിൻ്റെയും അടിത്തറയാണ് വിദ്യാഭ്യാസം. The African adage stresses on the importance of giving education to women. ഈ ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല് പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, ടു ബ്രേക്ക് പൊട്ടിക്കാൻ, ദ ഷാക്കിൾസ് ചെങ്ങലകളെ, ഓഫ് എക്സ്ക്ലൂഷൻ
പുറത്താക്കുക, അതല്ലെങ്കിൽ പുറന്തള്ളുക, അല്ലെങ്കിൽ ഒഴിവാക്കുക എന്ന എല്ലാ കാര്യങ്ങളിലും അവരെ ഒഴിവാക്കുക എന്ന ചെങ്ങലകളെ പൊട്ടിക്കാൻ വിദ്യാഭ്യാസം അവരെ സഹായിക്കുന്നു. ആൻഡ് എമേർജ് ഇൻ ദ മെയിൻ സ്ട്രീം, അതുപോലെ തന്നെ മെയിൻ സ്ട്രീമിലേക്ക്, മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാനും സ്ത്രീകളെ വിദ്യാഭ്യാസം സഹായിക്കുന്നു. ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ അച്ചീവ്സ് സെൽഫ് അവെയർനെസ്. വിദ്യാഭ്യാസം നേടിയ ഒരാൾ സ്വയം അവബോധം നേടിയെടുക്കുന്നു. ദിസ് ഹെൽപ്സ് ഇൻ ദ സക്സസ്ഫുൾ ലിവിങ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. വിദ്യാഭ്യാസം നേടുന്നത് അല്ലെങ്കിൽ സ്വയം അവബോധം സൃഷ്ടിക്കുന്നത് വിജയകരമായ ഒരു ആളുടെ വിജയകരമായ ജീവിതത്തിന് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ കോസസ് ഓഫ് പ്രോബ്ലംസ് ഇൻ എ പേഴ്സൺസ് ലൈഫ്. ഇറ്റ് ഹെൽപ്സ്, ഇത് സഹായിക്കുന്നു, ടു ഐഡൻറ്റിഫൈ ദ കോസസ് ഓഫ് പ്രോബ്ലംസ്, തിരിച്ചറിയാൻ, ദ കോസസ് ഓഫ് പ്രോബ്ലംസ് ഇൻ എ പേഴ്സൺസ് ലൈഫ്, ഒരാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നു. എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് ഹെർ ഗുഡ് ജോബ്. വിദ്യാഭ്യാസം അവൾക്ക് നല്ല ജോലി നൽകുന്നു. ആൻഡ് ഷീ ക്യാൻ ഏൺ മണി, അതുകൊണ്ട് തന്നെ അവർക്ക് പണം നേടാൻ സാധിക്കുന്നു. ഷീ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ഇൻ ലൈഫ്, അവൾ ജീവിതത്തിൽ സ്വതന്ത്രരാകുന്നു, ഇൻഡിപെൻഡൻ്റ് ആകുന്നു, അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. നല്ല ജോലി കിട്ടിയാൽ സ്ത്രീകൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനും സാധിക്കുന്നു. ഓക്കെ, ദെൻ ഇഫ് എ മാൻ ഈസ് എഡ്യൂക്കേറ്റഡ്, ഒരു പുരുഷനാണ് വിദ്യാഭ്യാസം നേടിയതെങ്കിൽ ഹിസ് നോളജ് വിൽ ബി യൂസ്ഫുൾ ഓൺലി ടു ഹിം. ഈ ഒരു ആഫ്രിക്കൻ അഡ്വൈസ് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ നോളജ്, അറിവ് അദ്ദേഹത്തിൽ ഒതുങ്ങി നിൽക്കും. അതേസമയം ബട്ട് ഇഫ് എ വുമൺ ഈസ് എഡ്യൂക്കേറ്റഡ്, അതേസമയം ഒരു പെണ്ണാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് വിദ്യാഭ്യാസം നേടുന്നത് എങ്കിൽ ഷി വിൽ ബി ഏബിൾ ടു സ്പ്രെഡ് ദ റേസ് ഓഫ് എഡ്യൂക്കേഷൻ ടു എവറി വൺ സറൗണ്ടിങ് ഹെർ. അവൾക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും അതിൻ്റെ റേസ്, പ്രകാശം പരത്താൻ അവൾക്ക് സാധിക്കുന്നു. സോ ഗിവിങ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാം. ഇനി ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് സ്പീച്ച്, അതായത് പ്രസംഗം തയ്യാറാക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ഓൺ ദ ഒക്കേഷൻ ഓഫ് ഒബ്സർവിംഗ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ യു ആർ ഗിവൺ എ ചാൻസ് ടു സ്പീക്ക് ഓൺ വിമൻ എംപവർമെൻറ്റ്. Prepare the script of speech. You can include the points from the speech, the 3 L's of empowerment. On the occasion of observing International Women's Day, ലോക വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് യു ആർ ഗിവൺ എ ചാൻസ് ടു സ്പീക്ക് ഓൺ വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ലഭിക്കുകയാണ്. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച്, ആ ഒരു സ്പീച്ചിൻ്റെ പ്രസംഗത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. യു ക്യാൻ ഇൻക്ലൂഡ് ദ പോയിൻറ്റ്സ് ഫ്രം ദ സ്പീച്ച് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന പ്രസംഗവുമായി ബന്ധപ്പെട്ട അതിലുള്ള പോയിൻറ്റുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ ആൻസർ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസംഗം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതും അത് തയ്യാറാക്കിയിട്ടുള്ള സ്പീച്ച് പ്രസംഗം താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അടുത്തതായി ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ നമ്മുടെ +2 പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബ്ലോഗ് തയ്യാറാക്കുക എന്നുള്ളത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നമുക്ക് നോക്കാം. യു ആർ മച്ച് ഇൻസ്പയർഡ് ബൈ ദ സ്പീച്ച് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റ്യൻ ലഗാർഡ്. പ്രിപ്പയർ എ ബ്ലോഗ് ഓൺ ക്രിസ്റ്റ്യൻ ലഗാർഡ്സ് ഐഡിയാസ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. യുവർ ഓൺ സജഷൻസ് ആൻഡ് ഐഡിയാസ് ഓൾസോ ക്യാൻ ബി ഇൻക്ലൂഡഡ്. ഓക്കെ, ഈ ഒരു ചോദ്യം ബ്ലോഗ് തയ്യാറാക്കുവാനാണ്. നമുക്കറിയാം എങ്ങനെയാണ് ഒരു ബ്ലോഗ് തയ്യാറാക്കുക എന്നുള്ളത്. അതായത് ആദ്യം തന്നെ നാം എഴുതേണ്ടത് ഏത് വിഷയത്തെക്കുറിച്ചാണോ നാം എഴുതുന്നത് അതിൻ്റെ ടൈറ്റിൽ എഴുതുക, അതിൻ്റെ താഴെയായിട്ട് അന്നത്തെ ഡേറ്റ് എഴുതുക, ദെൻ അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ പേര് എഴുതുക. ഓക്കെ, പിന്നീട് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതുക. ഇതാണ് ബ്ലോഗിലൂടെ ഇങ്ങനെ ഈ രൂപത്തിലാണ് നാം ബ്ലോഗ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. ഓക്കെ, ഇനി നമ്മുടെ +2 പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇൻ്റർവ്യൂ തയ്യാറാക്കുക എന്നുള്ളത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. യു ഗെറ്റ് ടു മീറ്റ് ക്രിസ്റ്റ്യൻ ലഗാർഡ് അറ്റ് സ്റ്റേറ്റ് ലെവൽ വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാം. മോട്ടിവേറ്റഡ് ആൻഡ് ഹൈലി ഇംപ്രസ്ഡ് അറ്റ് ഹെർ സ്പീച്ച് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, യു വിഷ് ടു ഇൻ്റർവ്യൂ ദിസ് എമിനൻറ്റ് പേഴ്സണാലിറ്റി. പ്രിപ്പയർ ആൻ ഇൻ്റർവ്യൂ.
ഓക്കെ, ഇവിടെ ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കുവാനാണ്. അതായത് ക്രിസ്ത്യൻ ലഗാർഡിനെ മീറ്റ് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടി. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ നടത്താൻ നമുക്കൊരു അവസരം ലഭിച്ചു. അതായത് ദ ത്രിയൽസ് ഓഫ് എംപവർമെൻറ്റ് എന്ന അവരുടെ സ്പീച്ച് നാം വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതായത് ക്രിസ്ത്യൻ ലഗാർഡുമായി നാം നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാം ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് ക്രിസ്ത്യൻ ലഗാർഡ് നൽകാൻ സാധ്യതയുള്ള മറുപടിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആൻസർ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. ഇനി നമ്മുടെ +2 പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആർട്ടിക്കിൾ തയ്യാറാക്കുക എന്നുള്ളത്. ഓക്കെ, ആർട്ടിക്കിൾ എന്നാൽ നമുക്കറിയാം എസ്സേ രൂപത്തിലുള്ള തയ്യാറാക്കുന്നതാണ് ആർട്ടിക്കിൾ. നമ്മുടെ അഭിപ്രായങ്ങളും നമുക്കതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അങ്ങനെയുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. Your school brings out a magazine on the occasion of celebrating World Women Day. You would like to contribute an article on women empowerment, need of the hour. Prepare the article. You can take the ideas from the speech of Christine Lagarde. ഓക്കെ, ഇവിടെ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുവാനാണ്. സ്കൂളിലൊരു മാഗസിനുമായി ബന്ധപ്പെട്ട് അതായത് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു മാഗസിൻ തയ്യാറാക്കുന്നുണ്ട്. അതിലേക്കുള്ളൊരു ആർട്ടിക്കിൾ തയ്യാറാക്കുവാനാണ്. വിഷയം എന്താണ്? വിമൻ എംപവർമെൻറ്റ്, നീഡ് ഓഫ് ദ അവർ, സ്ത്രീ ശാക്തീകരണം, സമയത്തിൻ്റെ ആവശ്യം എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുവാനാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസറും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അപ്പോൾ ആ ഒരു ആൻസർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം, അതായത് ഒരു സ്പീച്ച് കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ക്വസ്റ്റ്യൻ നോക്കുക. ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ദ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഫോർ എ സ്പീച്ച് ഓൺ എഡ്യൂക്കേറ്റിംഗ് ദ ഗേൾ ചൈൽഡ് ടു ബി ഡെലിവേർഡ് ഓൺ ദ ഒക്കേഷൻ. ഓക്കെ, ഈ ഒരു ചോദ്യം സ്പീച്ച് തയ്യാറാക്കാനാണ്. വിഷയം നോക്കാം. ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. ലോക വനിതാ ദിനം നാം ആഘോഷിക്കുകയാണ്, നമ്മുടെ ലിറ്റററി ക്ലബ്ബ് ആഘോഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുവാനാണ്. എന്താണ് വിഷയം? എഡ്യൂക്കേറ്റിംഗ് ദ ഗേൾ ചൈൽഡ്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് വിഷയം. ടു ബി ഡെലിവേർഡ് ഓൺ ദ ഒക്കേഷൻ, ആ ഒരു അവസരത്തിൽ, അതായത് നമ്മുടെ ലിറ്റററി ക്ലബ്ബ് നടത്തുന്ന ആ ഒരു പ്രോഗ്രാം, ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ലിറ്റററി ക്ലബ്ബ് നടത്തുന്ന ആ ഒരു പ്രോഗ്രാമിൽ നടത്തുന്ന സ്പീച്ച്. ഓക്കെ, വിഷയം എന്താണ്? എഡ്യൂക്കേറ്റിംഗ് ദ ഗേൾ ചൈൽഡ്, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് വിഷയം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ആൻസറും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ അടുത്ത പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം.